ഇന്ത്യൻ വ്യോമസേന ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാൻശു ശുക്ല നിലവിൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലാണ്. നാസ, ഇസ്രോ, യൂറോപ്യൻ ബഹിരാകാശ ഏജൻസി, സ്വകാര്യ കമ്പനിയായ ആക്സിയം സ്പേസ് എന്നിവയുടെ ആക്സിയം 4 ദൗത്യത്തിന് കീഴിലാണ് അദ്ദേഹം ബഹിരാകാശ നിലയത്തിലെത്തിയത്. ബഹിരാകാശത്തിലേക്ക് കാലെടുത്തു വെക്കുന്ന രണ്ടാമത്തെ ഇന്ത്യക്കാരനും ISSലെത്തുന്ന ആദ്യ ഇന്ത്യക്കാരനുമാണ് ശുഭാൻശു ശുക്ല. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എല്ലായ്പ്പോഴും നിരവധി ബഹിരാകാശ യാത്രികരുണ്ട്. കാലകാലങ്ങളിൽ ബഹിരാകാശ യാത്രികരെ ഭൂമിയിലേക്ക് തിരികെ വിളിക്കുകയും പുതിയ ആളുകളെ ബഹിരാകാശത്തേക്ക് അയക്കുകയും ചെയ്യുന്നു. പലരും ബഹിരാകാശ നിലയത്തിൽ മാസങ്ങൾ ചിലവഴിക്കുന്നു. ചില ബഹിരാകാശ യാത്രികർക്ക് അവിടെ വളരെ കാലം താമസിക്കേണ്ടിയും വരുന്നു. 2025 ജൂണോടെ ലോകത്തിലെ 20ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള 280ലധികം ബഹിരാകാശ യാത്രികർ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം സന്ദർശിച്ചു. ഈ ബഹിരാകാശ യാത്രികർ ആഴ്ചകളും മാസങ്ങളും ഭൂമിയുടെ ഭ്രമണപഥത്തിൽ മൈക്രോഗ്രാവിറ്റി സാഹചര്യങ്ങളിൽ ജീവിക്കുന്നു. ഈ ദൗത്യങ്ങളുടെ പ്രധാന ലക്ഷ്യം ശാസ്ത്രീയ പരീക്ഷണങ്ങളും ആഗോള സഹകരണവുമാണ്. ബഹിരാകാശ യാത്രികരും മനുഷ്യരാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യർക്ക് സ്വാഭാവികമായും രോഗങ്ങൾ ഉണ്ടായേക്കാം. ഒരു ബഹിരാകാശ യാത്രികന് ബഹിരാകാശത്ത് വച്ച് അസുഖം വന്നാൽ എന്ത് സംഭവിക്കും? ബഹിരാകാശത്ത് ആശുപത്രിയോ എമർജൻസി റൂമോ ഇല്ല. എന്നിരുന്നാലും മെഡിക്കൽ അടിയന്തരാവസ്ഥകൾക്കായി ബഹിരാകാശ ഏജൻസികൾ പൂർണ്ണമായ തയ്യാറെടുപ്പുകൾ നടത്തുന്നു. ബഹിരാകാശ യാത്രികർക്ക് ബഹിരാകാശത്തേക്ക് പോകുന്നതിന് മുൻപ് പ്രഥമ ശുശ്രൂഷ പരിശീലനം നൽകുന്നു. കൂടാതെ ആവശ്യമായ മെഡിക്കൽ ഉപകരണങ്ങൾ ISSൽ ലഭ്യമാണ്. എല്ലാ ദൗത്യത്തിലും ഒരു ബഹിരാകാശ യാത്രികനെ ക്രൂ മെഡിക്കൽ ഓഫീസറായി നാമനിർദ്ദേശം ചെയ്യുന്നു. സാധാരണയായി അദ്ദേഹത്തിന് മെഡിക്കൽ പരിശീലനം ഉണ്ടായിരിക്കും. എന്നിരുന്നാലും അദ്ദേഹം ഒരു ഡോക്ടറല്ല. വേദന സംഹാരികൾ, ആന്റിബയോട്ടിക്കുകൾ, അലർജി മരുന്നുകൾ, പോർട്ടബിൾ അൾട്രാസൗണ്ട് ഉപകരണം, ഡിഫിബ്രില്ലേറ്റർ, CPR ഉപകരണങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന ഒരു മെഡിക്കൽ കിറ്റ് ഈ മെഡിക്കൽ ഓഫീസറുടെ പക്കലുണ്ട്. ബഹിരാകാശത്ത് എന്തുകൊണ്ട് CPR സാധ്യമല്ല? നാസയുടെ അഭിപ്രായത്തിൽ സീറോ ഗ്രാവിറ്റിയിൽ CPR നടത്തുന്നത് ബുദ്ധിമുട്ടാണ്. കാരണം ബഹിരാകാശത്ത് നെഞ്ചമർത്തുന്നത് ബുദ്ധിമുട്ടാണ്. ബഹിരാകാശത്ത് ഒരു ബഹിരാകാശ യാത്രികന് ഗുരുതരമായ എന്തെങ്കിലും പ്രശ്നം നേരിടുകയാണെങ്കിൽ ആ ബഹിരാകാശ യാത്രികൻ ഒറ്റയ്ക്കല്ല. നാസയുടെ മിഷൻ കൺട്രോൾ സെന്ററിൽ നിന്ന് തത്സമയ വീഡിയോ, ഓഡിയോ വഴി ഡോക്ടർമാർ ടെലിമെഡിസിൻ സഹായം നൽകുന്നു. ISSൽ നിന്ന് ലഭിക്കുന്ന ബയോമെട്രിക് ഡേറ്റയെ അടിസ്ഥാനമാക്കി ഡോക്ടർമാർ അവർക്ക് ഘട്ടം ഘട്ടമായുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നു. ഇതിന്റെ സഹായത്തോടെ ബഹിരാകാശ യാത്രികന് ചികിത്സ നൽകുന്നു. അടിയന്തര സേവനങ്ങൾക്കുള്ള വ്യവസ്ഥ എന്താണ്? ഒരു ബഹിരാകാശ യാത്രികന്റെ ആരോഗ്യം വഷളാവുകയും ISSൽ ചികിത്സ സാധ്യമാകാതിരിക്കുകയും ചെയ്താൽ അടിയന്തരമായി ആ വ്യക്തിയെ അവിടെ നിന്നും മാറ്റാനുള്ള വ്യവസ്ഥയുണ്ട്. ISSൽ എപ്പോഴും കുറഞ്ഞത് ഒരു സോയൂസ് അല്ലെങ്കിൽ SpaceX ഡ്രാഗൺ ക്യാപ്സൂൾ ഡോക്ക് ചെയ്തിട്ടുണ്ട്. ഇത് 3 മുതൽ 5 മണിക്കൂറിനുള്ളിൽ ഒരു ബഹിരാകാശ യാത്രികനെ ഭൂമിയിലേക്ക് തിരികെ കൊണ്ടുവരും. സാധാരണയായി ഈ ക്യാപ്സൂൾ കസാക്കിസ്ഥാന്റെ സമതലങ്ങളിലായിരിക്കും ഇറങ്ങുന്നത്. അവിടെ നിന്ന് രോഗിയെ ഉടൻ തന്നെ നാസയുടെയോ റഷ്യൻ ബഹിരാകാശ ഏജൻസിയുടെയോ മെഡിക്കൽ സെന്ററിൽ പ്രവേശിപ്പിക്കുന്നു. എന്നിരുന്നാലും ഭൂമിയുടെ ഗുരുത്വാകർഷണത്തിലേക്ക് തിരിച്ചിറങ്ങിയ ശേഷം ചില രോഗങ്ങൾ വഷളാകുമെന്നതിനാൽ ഈ അടിയന്തരമായ ഒഴിപ്പിക്കൽ ക്രമീകരണം അവസാനത്തെ ചോയ്സായി മാത്രം കരുതി നിലനിർത്തുന്നു. ISSന്റെ 20 വർഷത്തിലധികം പ്രവർത്തനത്തിനിടയിൽ മെഡിക്കൽ അടിയന്തരാവസ്ഥ കാരണം ഇതുവരെ ഒരു ബഹിരാകാശ യാത്രികനെയും തിരികെ കൊണ്ടുവരേണ്ടി വന്നിട്ടില്ല.